Okay, all of you mark your attendance. Mark your attendance. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ലെസൺ അതായത് കുടുംബം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കുടുംബം എന്ന ലെസണിൽ ലാസ്റ്റ് ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് മിസ്സിന് അതിന്റെ ആക്ടിവിറ്റീസ് സെൻഡ് ചെയ്ത സമയത്ത് മുത്തച്ഛൻ എഴുതിയിട്ട് അതിന്റെ നേരെ മുകളിൽ പേര് എഴുതണം. മുത്തച്ഛന്റെ പേര് എന്താണെന്ന് നമ്മൾ എഴുതണം അല്ലെ. മുത്തച്ഛന്റെ താഴെയും ആ ഡോട്ടിന്റെ മുകളില് ആ മുത്തച്ഛന്റെ നെയിം എഴുതണം. അതായത് കുടുംബവൃക്ഷത്തിന്റെ ഇലകളിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേര് എഴുതണം. ഓക്കെ. അതുപോലെ ഇപ്പം ഇവിടെ മുത്തശ്ശി ആണെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. അടുത്തതിൽ അച്ഛന്റെ പേര് എഴുതുക. അമ്മ എന്ന് എഴുതുക. അതിന്റെ അപ്പൊ മിസ് അതിൽ എഴുതേണ്ട കാര്യങ്ങളാ പറഞ്ഞു തന്നിട്ടുള്ളൂ. നിങ്ങളുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അച്ഛന്റെയും അമ്മയുടെ ഒക്കെ നെയിം നിങ്ങൾക്ക് അതിന്റെ തൊട്ട് മേലെ കണ്ടോ ഡോട്ടിന്റെ മുകളിലായിട്ട് എഴുതാം. ഒരു വരക്കുക, അടിയിൽ മുത്തച്ഛൻ എഴുതുക, അതിന് തൊട്ട് മുകളിൽ കണ്ട ഒരു സ്ഥലം അവിടെ പേര് എഴുതുക. ഓക്കെ, അങ്ങനെയാണ് മിസ് പറഞ്ഞത്. അപ്പൊ അതിൽ ചില കുട്ടികൾ കണ്ടു പിന്നെ മുത്തശ്ശൻ, അമ്മ, അച്ഛൻ, അമ്മ അങ്ങനെ എഴുതിയിട്ടേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് മിസ് ഒന്നുകൂടി ഇപ്പൊ അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ കുടുംബം എന്ന പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം മക്കള്? എല്ലാവരും നന്നായി വായിക്കണം പാഠം. ഓക്കെ, അതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നോട്ടിലേക്ക് പകർത്തി എഴുതുകയും വേണം. നമ്മുടെ 2 ലൈൻ ബുക്കില് ഇപ്പൊ അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി അങ്ങനെ ഓരോരാളുടേതും 3 ആ ഒരു പേജിലായിട്ട് വരച്ചിട്ട് എഴുതണം. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത പാഠാണ്. ഓൾ ഓഫ് യു ലിസൺ പേജ് നമ്പർ 32. അതായത് പാഠം 9. എന്താണ് നോക്കിയേ? വളർത്തുമൃഗങ്ങൾ അല്ലേ? നിങ്ങൾക്കറിയില്ലേ വളർത്തുമൃഗങ്ങളെ? യെസ്, വെരി ഗുഡ്. അപ്പോ ആരെയും വളർത്തുമൃഗങ്ങള്? വെരി ഗുഡ്. അപ്പൊ ഡൊമസ്റ്റിക് അല്ലേ, നമ്മള് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ. യെസ്, ഡൊമസ്റ്റിക് ആനിമൽ ഉണ്ട്, വൈൽഡ് ആനിമൽ ഉണ്ട് അല്ലെ. നിങ്ങള് EVS ആനിമൽസിനെ കുറിച്ചും കുടുംബത്തെ പഠിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് പഠിച്ചതുപോലെ തന്നെ അതായത് ഡൊമസ്റ്റിക് ആനിമൽ പഠിച്ചിട്ടുണ്ടാവും, വൈൽഡ് ആനിമൽസ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടേമും എന്താണ്? വളർത്തുമൃഗങ്ങൾ എന്നതാണ് അല്ലെ. അപ്പോ നമ്മൾ തൊട്ട് മുന്നത്തെ പാഠത്തിലെ കുടുംബം എന്ന ആശയമാണ് നിങ്ങളിലേക്ക് കിട്ടിയത് അല്ലെ. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയാണ് അവരോടുള്ള വൈകാരിക ബന്ധം അല്ലെ, അതൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മള് കുടുംബം എന്ന ആശയമാണ് കഴിഞ്ഞ ലെസണിൽ പഠിച്ചത്. അപ്പൊ അവിടെ നമ്മൾ ആരെയാ കണ്ടത്? കുടുംബത്തില് ആരെയൊക്കെ കണ്ടേ? മനുഷ്യരെ മാത്രമാണ് നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളായി നാം പരിഗണിക്കാറുള്ളത് അല്ലെ. മനുഷ്യരെ അല്ലേ? ഓക്കെ, നമ്മുടെ അവിടെ നമുക്ക് വളർത്തുമൃഗങ്ങൾ ഉണ്ടാവാറില്ലേ? നമ്മുടെ വീടുകളില് ഉണ്ടോ? യെസ്, ഓമനിച്ച് തലോലിച്ച് വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ അല്ലെ. അപ്പൊ നമ്മള് മനുഷ്യരെ മാത്രമാണ് കുടുംബാംഗങ്ങളായി നാം പരിഗണിക്കുന്നത് അല്ലെ. അപ്പൊ ആലോചിച്ച് നോക്കിയാല് എങ്ങനെയാ? കുടുംബാംഗങ്ങളോട് തോന്നുന്ന അതേ ഹൃദയവായ്പ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളോടും തോന്നണ്ടേ അല്ലേ? അല്ലേ? ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ പലപ്പോഴും അവരെന്ത് ചെയ്യും? ആഹാരം കൊടുക്കുന്നുണ്ട്, അവർക്ക് അഭയം കൊടുക്കുന്നുണ്ട്, അവർക്ക് അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റൽ എന്തെങ്കിലും മരുന്ന് വാങ്ങി കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ വളർത്തുമൃഗങ്ങളെയും ചെയ്യാറില്ലേ? കുളിപ്പിക്കാറുണ്ട്, അവയ്ക്ക് നല്ല വൃത്തി കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലം, തിന്നാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് അസുഖം വരുമ്പോ നമ്മൾ അതിനു വേണ്ടി മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട് അല്ലേ. ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ വളർത്തുമൃഗങ്ങൾ. ഓക്കെ, അപ്പൊ ആഹാരം കൊടുക്കുന്നുണ്ട്, അഭയം കൊടുക്കുന്നുണ്ട് അല്ലേ. രോഗം വന്നാൽ ചികിത്സിക്കുന്നുണ്ട് നമ്മള് അല്ലേ. അപ്പൊ നമ്മൾ മറ്റു ജീവജാലങ്ങളെ ഇതുപോലെ സ്നേഹിക്കുന്ന പോലെ തന്നെ വളർത്തുമൃഗങ്ങളെ നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ മനുഷ്യരെ മാത്രമാണ് കുടുംബാംഗങ്ങളായി നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു പൂച്ച, നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന ആട്, ഇതൊക്കെ നമുക്ക് പട്ടി, ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് രോഗം വന്നാലല്ലേ. ഓക്കെ, അങ്ങനെയുള്ള ഒരു വളർത്തുമൃഗങ്ങളുടെ പാടാണ് നമുക്കിപ്പോ പഠിക്കാനുള്ളത്. അപ്പൊ ഡൊമസ്റ്റിക് ആനിമലിനെ കുറിച്ചാണ്
നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം അല്ലെ. വളർത്തുമൃഗങ്ങളില് നമ്മുടെ ഇവിടെ പിക്ചർ കണ്ടോ നിങ്ങള്? എന്താ ഒരു പിക്ചറ്? ആരൊക്കെ ഉണ്ട് അവിടെ പിക്ചറില്? ഒരു പെൺകുട്ടി, ഒരു ആടും ഉണ്ട് അല്ലെ, ഗോട്ട് ഉണ്ട്. ആ മേരി, മേരി എന്നാണ് ആ കുട്ടിയുടെ പേര് അല്ലെ. മേരിയുടെ ആടിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ഉണ്ട് അല്ലേ? അവരവരെ വീടുകളില് നിങ്ങൾ സ്നേഹിച്ച് വളർത്തുന്ന മുയലുണ്ട് ശ്രീഷ്ണയുടെ വീട്ടില് അല്ലേ? ആ ഫിഷ് ഉണ്ട്. എന്റെ വീട്ടില് 4 മുയലും 1 കുഞ്ഞും ഉണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. 4 മുയലും 1 കുഞ്ഞും ഉണ്ട് അവിടെ അല്ലെ ഇഷാന്റെ വീട്ടിൽ. അങ്ങനെ ഓരോരാളുടെ വീട്ടിൽ അല്ലെ, എല്ലാ മക്കളുടെ വീട്ടിലും ഉണ്ടാവും അധികം പൂച്ചേനൊക്കെ കൂടെ പട്ടീനൊക്കെ കൂടെ കിടത്തുന്നവരുണ്ട് അല്ലെ. അതുപോലെ സ്നേഹിച്ച് വളർത്തുന്നവരുണ്ട് അല്ലെ. ആ, അപ്പൊ അതുപോലെയുള്ള ഒരു മേരിയിലെ ഒരു കുഞ്ഞാടിനെ ആ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ചൊല്ലാം രസിക്കാം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്താ നോക്കാം. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊളുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. കുഞ്ഞാടുണ്ട് മേരിക്ക് അല്ലെ. ആർക്ക്? മേരിക്ക് കുഞ്ഞാടുണ്ട്. എങ്ങനെയൊക്കെയാന്ന് കുഞ്ഞാട് നോക്കിയേ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊളുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. എങ്ങനെയൊക്കെയാട് നോക്കിയേ. മേനി കൊഴുത്തൊരു കുഞ്ഞാട്. മേനി എന്താ? മേനി ശരീരം അല്ലെ. മേനി ശരീരം എങ്ങനെയാ? കൊഴുത്ത് തടിച്ച് ഉരുണ്ട് നല്ല സുന്ദരനാണ് ഉള്ളത് അല്ലേ. ഓ, മേനി കൊഴുത്തൊരു കുഞ്ഞാട്. നെക്സ്റ്റ് ലൈൻസിൽ എന്താ പറയുന്ന നോക്കിയേ. പാൽനുര പോലെ വെളുത്താട്. എങ്ങനെയാ? പാൽനുര, പാല് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പാലിന്റെ കളർ വെളുപ്പ് വൈറ്റ് കളറാണ് അല്ലേ. ആ, അപ്പൊ പാൽനുര പോലെ പാൽനുര പോലെ വെളുത്ത ആടാണ് അല്ലേ. പിന്നെയോ പഞ്ഞി കണക്കെ മിനുത്താട്. പഞ്ഞി അറിയോ നിങ്ങൾക്ക്? കോട്ടൺ പഞ്ഞി കണക്കിയായിട്ട് മിനുത്തിട്ട് നല്ല സോഫ്റ്റും ആയിരിക്കും അല്ലേ പഞ്ഞി. കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട് അല്ലേ. അപ്പൊ ആട് എങ്ങനെയൊക്കെയാന്ന് നോക്കിയാ. മേരിക്കുണ്ട് ഒരു കുഞ്ഞാട്. അതെങ്ങനെയാ? മേനിയൊക്കെ കൊഴുത്ത് നല്ല തടിച്ച് സുന്ദരനായിട്ടാണുള്ളത്. നെക്സ്റ്റ് എന്താ? പാൽനുര പോലെ നല്ല വെളുത്ത് നല്ല സുന്ദരനാണെന്നാണ് ആദ്യം പറഞ്ഞത് അല്ലെ. പിന്നെന്താ പറഞ്ഞ? പഞ്ഞി കണക്കെ നല്ല സോഫ്റ്റ് ആണ് ആള്, മിനുത്തിട്ട് അല്ലേ. അപ്പൊ ആ പിക്ചറിൽ ഉണ്ട് അല്ലേ. ഓക്കെ, കണ്ടില്ലേ? അപ്പോ നമ്മുടെ വളർത്തുമൃഗങ്ങളെ പറ്റിയ പറഞ്ഞേ. അപ്പൊ ഡൊമസ്റ്റിക് ആനിമൽ ഉണ്ട്, വൈൽഡ് ആനിമൽ ഉണ്ട്. അപ്പൊ ഈ വൈൽഡ് ആനിമൽസ് എവിടെയാ കാണപ്പെടുന്നത്? ഫോറസ്റ്റിലാ ഉണ്ടാവുക അല്ലെ വൈൽഡ് ആനിമൽസ്. ഒരു എക്സാമ്പിൾ പറയാം വൈൽഡ് ആനിമൽസിന്. ആനിമലിന്
ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? വയലറ്റ് ആനിമലിന് അപ്പൊ അങ്ങനെ വളർത്തുമൃഗങ്ങളെ പഠിച്ചത്. സിംഹം, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ വളർത്തുമൃഗങ്ങളിൽ നമ്മള് മേരിക്കൊരു കുഞ്ഞാടുണ്ട് എന്ന് പറഞ്ഞു. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. 4 ലൈൻസ് ഉണ്ട്. അടുത്ത പേജിലേക്ക് വന്നേ, നോക്കിയേ. അടുത്ത പേജിൽ എന്താ? നെക്സ്റ്റ് പേജില് 33 പേജ് നമ്പർ. ഓൾ ഓഫ് യു ലിസൺ. 33 നോക്കിയേ. വായിക്കാം ഉണ്ട് അവിടെ അല്ലെ? വായിക്കാം. പശു നമുക്ക് പാൽ തരും. പശു നമുക്ക് പാൽ തരും. എന്താ തരുക പശു? കൗ ഗിവ്സ് us മിൽക്ക് അല്ലെ? ഓക്കെ, പിന്നെന്താ പറഞ്ഞു നോക്കിയേ. പശുവിനെ കണ്ടോ നിങ്ങൾ? അവിടെ ഉണ്ട് കേട്ടോ. പൂച്ചയ്ക്കാരു മണികെട്ടും. പൂച്ചയ്ക്കാരു മണികെട്ടും. അടുത്ത നോക്കിയേ. കാള കിടക്കും കയറോടും. കാള കിടക്കും കയറോടും. ഒരു കടങ്കഥയാണ് അത്. എന്താണ് അതിന്റെ ഉത്തരം? മത്തൻ അല്ലേ? കാള കിടക്കും. അപ്പൊ ഈ 3 ശൈലി ഇപ്പൊ നമ്മൾ പറഞ്ഞു. പശു നമുക്ക് പാൽ തരും എന്ന് പറഞ്ഞു, പൂച്ചക്കാര് മണികെട്ടും എന്ന് പറഞ്ഞു, കാള കിടക്കും കയറും. ഇതിലൊക്കെ ഓരോരോ മൃഗങ്ങളുടെ പറയുന്നുണ്ട് അല്ലേ? ആദ്യത്തെ പശു, നെക്സ്റ്റില് പൂച്ച, അടുത്തത് കാള അല്ലേ? ഇല്ലേ? ഓക്കെ, അപ്പോ പശു നമുക്ക് പാൽ തരും, പൂച്ചക്കാരു മണികെട്ടും, കാള കിടക്കും കയറോടും. അയക്കാൻ പറ്റുന്നുണ്ടോ? പാല് പശു നമുക്ക് പാല് തരും. കാള കിടക്കും കയറോടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര പഠിച്ചു. എത്ര പേര് പഠിച്ചു? മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. അടുത്തത് വായിക്കാം. പശു നമുക്ക് പാൽ തരും, പൂച്ചക്കാരു മണികെട്ടും, കാള കിടക്കും കയറോടും. ഓക്കെ, അടുത്ത് നമുക്ക് കുറച്ച് വാക്സ് തരുന്നുണ്ട് അല്ലെ? ഇവിടെ എന്താ നോക്കിയേ. ചേർത്തെഴുതാം അല്ലേ? എന്താ പറഞ്ഞേ? ചേർത്തെഴുതാം. നോക്കിയേ. ഓക്കെ, എഴുതി വെച്ചേ മക്കളെ. താര പശുവിനെ കുളിപ്പിച്ചു അല്ലെ? എങ്ങനെയാ നമ്മൾ എഴുതേണ്ടത്? ചേർത്ത് എഴുതണം. താര പശുവിനെ കുളിപ്പിച്ചു. അത് നമുക്ക് എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? മിസ് ചോദിക്കുന്ന ആളെ പറഞ്ഞാൽ മതി. മിസ് എല്ലാരെയും മ്യൂട്ട് ചെയ്യാ. അതിനുശേഷം ഓരോരാളെ എന്താ ഭവിക അത് രണ്ടാമത് നമ്മൾ എഴുതേണ്ടത്? എക്സാമ്പിൾ പോലെ നമ്മൾ എങ്ങനെ അൺമ്യൂട്ട് ചെയ്യ ഭവിക. താര പൂച്ചയെ തലയോടി. യെസ്, വെരി ഗുഡ്. താര പൂച്ചയെ തലോടി. എഴുതിയ മക്കള് പെൻസിൽ എടുത്ത് മെല്ലനെ. താര താഴുക, ആ എന്ന ചിഹ്നിടുക, രാ എഴുതുക. താര പൂച്ചയെ തലോടി. അതാണ് രണ്ടാമത് നമ്മൾ ഉണ്ടാക്കേണ്ട വാക്യം. താര പൂച്ചയെ തലോടി. എഴുതിക്കോ മക്കളെ. എഴുതിയ സാദ് എഴുതിയ മോനെ. എഴുതിയോ?
താര പൂച്ചയെ തലോടി. ഫിനിഷ് ആണോ മക്കളെ? എഴുതി കഴിഞ്ഞോ? താര എന്ന് എഴുതണം. എന്നിട്ട് പൂച്ചയെ തലോടി. ആ താഴെ ലൈൻ തന്നിട്ടുണ്ട്, അതിലാണ് എഴുതേണ്ടത് മക്കള്. ഓക്കെ, അടുത്ത ലൈനിൽ എന്താ എഴുതേണ്ടത്? എന്താ എഴുതേണ്ടത്? ഷഹാൻ, ഷഹാൻ എന്താ എഴുതേണ്ടത് മോനെ? അടുത്ത ലൈനിൽ നമുക്ക് വാക്യം. താര കളിപ്പിച്ചു. താര ആടിനെ കളിപ്പിച്ചു. എഴുതിക്കോ മക്കളെ. താര സാധ എഴുതുന്നില്ലേ മോനെ? താര ആടിനെ കളിപ്പിച്ചു. എഴുതിക്കോ. ക്രിസ്റ്റോ ജോൺ എഴുതുന്നില്ലേ മോനെ? എഴുതണേ. താര ആടിനെ കളിപ്പിച്ചു. കാശിനാഥേ, എന്റെ മോനെ പറ്റുന്നില്ല എഴുതാൻ? കുഴപ്പമില്ല, പിന്നീട് എഴുതിയാ മതി കേട്ടോ. ആശുപത്രിയില് അഡ്മിറ്റ് ആയോണ്ട് ബുക്കൊന്നും കൊണ്ടുവന്നില്ല. കുഴപ്പമില്ല കേട്ടാ, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇന്നലെ മറ്റോ. ഓക്കെ, അപ്പോ താര ആടിനെ കളിപ്പിച്ചു മൂന്നാമത്തേത് അല്ലെ? മൂന്നാമത്തേല് നമ്മള് അതാണ് എഴുതേണ്ടത്. അപ്പൊ 1, 2, 3 എഴുതിയില്ലേ? അല്ല, ഇനി ഒന്നുകൂടി ഉണ്ട്. ആ മൂന്നാമത്തെ ലൈനിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി മൂന്നാമത് ഏതാണ് നമ്മൾ വാക്യം ഉണ്ടാക്കേണ്ടത് ശ്രീകൃഷ്ണകുട്ടി? താര നായയെ വിളിച്ചു. വെരി ഗുഡ്. താര നായയെ വിളിച്ചു. എഴുതിക്കോ. അപ്പൊ 3 ഉള്ളത്. ആദ്യത്തേത് നമ്മൾ അവിടെ തന്നിട്ടുണ്ട്. താര പശുവിനെ കുളിപ്പിച്ചു. നെക്സ്റ്റ് താര പൂച്ചയെ തലോടി. താര ആടിനെ കളിപ്പിച്ചു. താര നായയെ വിളിച്ചു. ഇത്രയാണ് അവിടെ ഫിനിഷ് ചെയ്യാനുള്ളത്. അബ്ദുൽ ഹാദി എഴുതിയോ മോനെ? മഹദിയ എഴുതുന്നില്ലേ? എഴുതിക്കോ വേഗം. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തേൽ എന്താ പറഞ്ഞേ? 3 പശു നമുക്ക് പാൽ തരും, പൂച്ചക്കാരും മണികെട്ടും, കാള കിടക്കും, കയറോടെന്ന് പറഞ്ഞു. ഇങ്ങനെ മൃഗങ്ങളെ ഉദ്ദേശിച്ചുള്ള കുറെ ശൈലികളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അതില് വേറെ ഏതെങ്കിലും അറിയോ മക്കളെ? മിസ് ആ കാര്യം പറയുന്ന സമയത്ത് ചോദിച്ചില്ല. അതായത് വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഘടകതകളോ ശൈലികളോ ഒക്കെ ആർക്കെങ്കിലും അറിയുന്നുണ്ടോ? കൈപൊക്കിക്കോ, പറയാൻ ആഗ്രഹമുള്ളവര്. ഇപ്പൊ നമ്മള് കാള കിടക്കും, കയറോടും, പൂച്ചക്കാരും മണികെട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ശൈലികളോ പഴഞ്ചൊല്ലുകളോ ദേവപ്രിയക്ക് അറിയാം അല്ലെ? ദേവപ്രിയ പറഞ്ഞു. ഏതെങ്കിലും മൃഗങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കടങ്കഥകളോ പഴഞ്ചൊല്ലുകളോ ആർക്കെങ്കിലും അറിയോ മക്കളെ? ഇല്ലേ ദേവപ്രിയ? അൺമ്യൂട്ട് ചെയ്ത് പറയറാ. സമജ്ന ഓടും കുതിര, ചാടും കുതിര, അത് ശരിയാണ്. ഒരു കുതിരയുണ്ട് അല്ലെ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും. പിന്നെന്താ? വേറെ ആർക്കെങ്കിലും അറിയോ? അന്ന ഗ്രേസ് കൈപൊക്കുന്നുണ്ട്. എന്താണ്? പറഞ്ഞോ. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ? അല്ലെ? പിന്നെ ഉണ്ടല്ലോ. ഇനി ആർക്കറിയാം? ഇഷാൻ. ആന കേറാമല, ആളു കേറാമല, ആയിരം കാന്താരി പൂത്തിറങ്ങി. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത ആർക്കെങ്കിലും അറിയോ? പറയാൻ ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും? ആഫ്രിൻ. എന്താ ആഫ്രിൻ? പക്ഷിക്കിരിക്കാൻ കൊമ്പില്ല. ഓക്കെ, പക്ഷിക്കിരിക്കാൻ കൊമ്പില്ല. നെക്സ്റ്റ് ഇനി ആർക്കെങ്കിലും അറിയോ? ഇവിടെ മസ്ലോബ. പൂച്ച കലമുടക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി ആർക്കെങ്കിലും? ഇവിടെ ക്രിസ്റ്റോ ജോൺ. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ. നെക്സ്റ്റ് ഇവിടെ ഹസൻ. ഹസൻ എന്താ ഹസനെ? പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തോ മോനെ, എന്നിട്ട് പറ.
കുരയ്ക്കും പട്ടി കടിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. ഇനി ഗൗരി എന്തൊക്കെ പറയാനുണ്ടോ? പറഞ്ഞോ. എലിയെ പേടിച്ചില്ല പില്ലൻ ചുടുമോ, അല്ലേ? ഓക്കെ, ഇനി ഒരുപാടുണ്ടല്ലേ. എന്തൊക്കെയാ? അടി തെറ്റിയാൽ ആനയും വീഴും, എട്ടിലെ പശു പുല്ലു തിന്നുമോ, ഏട്ടിലെ പശു പുല്ലു തിന്നുമോ, കോഴി കൂകാഞ്ഞാൽ നേരം വെളുക്കാതിരിക്കുമോ, കോഴി കൂകാഞ്ഞാൽ നേരം വെളുക്കാതിരിക്കുമോ. അടുത്തത്, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ. കേട്ടിട്ടുണ്ടോ? ആടിനെന്തിനാ ആനച്ചങ്ങല, ആന കൊടുത്താലും ആശ കൊടുക്കരുത്, പിടക്കോഴി കൂക, ആനയെ കണ്ട അന്ധന്മാർ, അല്ലേ? ഒരു മുറം വീശിപ്പോകുന്നു. അത് കടങ്കഥയാണ് അല്ലെ? ആനയെ പറ്റിയാണ് അത് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് നമ്മുടെ മൃഗങ്ങളെ വെച്ച് ഒരുപാട് പഴങ്കഥകളൊക്കെ കടങ്കഥകളും ശൈലികളും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതുകൂടി ആ സമയത്തൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അഡോൺ എന്തോ പറയാനുണ്ടല്ലോ. അഡോൺ എന്താണ് മോനെ? അണ്ണാനെ ആരെങ്കിലും മരത്തിൽ കയറാൻ പഠിപ്പിക്കുവോ? അണ്ണാറക്കണ്ണനെ ആരെങ്കിലും മരത്തിൽ കയറാൻ പഠിപ്പിക്കണോ? അണ്ണാറക്കണ്ണനും തന്നാലായത്, അല്ലേ? അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, അടുത്ത പേജ് മറിച്ച് നോക്കിയേ മക്കള്. നെക്സ്റ്റ് പേജ് എടുത്തേ. ഓക്കെ, അതിലെന്താ? പൂരിപ്പിക്കാം. കണ്ടോ? പൂരിപ്പിക്കാം, അല്ലെ? അതിലെന്താ പറയുന്ന നോക്കിയേ. മേരി കുളിപ്പിച്ചു. മേരി പൂച്ചയെ എന്താ ചെയ്യണ്ടേ? അടുത്ത കുറച്ചും കൂടെ നല്ലൊരു വാക്യം ഉണ്ടാക്കാനാണ് നമ്മളോട് പറയുന്നത്, അല്ലെ? ഇപ്പൊ രണ്ടാമത്തിൽ എന്താ ഉള്ളേ? മേരി പൂച്ചയെ. അവിടെ എന്തൊക്കെയുണ്ട്? കർത്താവ്, കർമ്മം, ഇനി ക്രിയ നിങ്ങൾ എഴുതണം. എന്താ ക്രിയ വരുവാ? ഇവ കുളിപ്പിച്ചു വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെ? മേരി പൂച്ചയെ കുളിപ്പിച്ചു. എഴുതിക്കോ മക്കളെ, എഴുതരണോ? മേരി പൂച്ചയെ കുളിപ്പിച്ചു. അത് നീറ്റിലെഴുതണേ. മിസ്സിനോട് ഇത്രയേ പറ്റുന്നില്ല കേട്ടോ. കുളിപ്പിച്ചു, അല്ലെ? നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ? അതില് കർത്താവും പിന്നെന്താ? കർമ്മ അവിടെ ഉണ്ട്. ക്രിയയും നമുക്ക് ഉണ്ടാക്കണം, അല്ലെ? എന്താ ഉണ്ടാക്കുവോ നിങ്ങളാവുമ്പോ? എക്സാമ്പിൾ ആരാ പറയുന്നേ? ക്രിസ്റ്റോ. എന്താ ക്രിസ്റ്റോ ആണെങ്കിൽ എഴുതുക അടുത്ത ലൈനില്. മേരി വേണമെങ്കിൽ വേറെ അങ്ങനെ പേരും ഇടാം കേട്ടോ. മേരി മേരി എഴുതാം. അപ്പോ രണ്ടാമത്തേല് രമാനോ മേരിനോ എന്തും എഴുതാം. അപ്പൊ നമുക്ക് എഴുതാം മേരി നായയെ കുളിപ്പിച്ചു. അപ്പൊ മേരി തന്നെ എഴുതിപ്പോ, എന്നാൽ നിങ്ങൾക്ക് തെറ്റില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തിൽ നമ്മള് കർത്താവ്, അതായത് സബ്ജക്റ്റ്, കർമ്മം, ഒബ്ജക്റ്റ്, വെർബ്, ഇത് മൂന്നുമാണ് അവിടെ നമ്മൾ എഴുതില്ല. അപ്പൊ മേരി, അപ്പൊ മേരിന്ന് എഴുതണം, അല്ലെ? ആ ഡാഷിലെടുത്ത് മേരിന്ന് എഴുതാം. നെക്സ്റ്റ് രണ്ടാമത് നായേന്ന് അവിടെ ഉണ്ട്, പിന്നെ ഒരു ഡാഷ് ഉണ്ട്. എന്ത് ചെയ്യണം? നമ്മള് കുളിപ്പിച്ചു എന്ന് എഴുതണം അവിടെ. മിസ് ഇവിടെ എഴുതി തന്നെ മൂന്നാമത്തെ ആ വരയിൽ എഴുതിക്കണം. ഓക്കെ, എഴുതിയോ? അപ്പൊ മേരി നായയെ കുളിപ്പിച്ചു എന്ന് വരും. നെക്സ്റ്റ് അതിന്റെ താഴത്തിൽ രണ്ടെണ്ണം ഉണ്ടാക്കണം. ഏതൊക്കെ? കർത്താവ്, കർമ്മം നമ്മൾ ഉണ്ടാക്കണം. എന്ത്? മേരി നായയെ കുളിപ്പിച്ചു തന്നെ. അപ്പൊ എന്ത് ചെയ്യണം അവിടെ? മേരി നായയെ. ഇനി നിങ്ങൾക്ക് വേറെ രമ വേണമെങ്കിൽ പറയാം. രമ പട്ടിയെ എന്നായാലും നിങ്ങൾക്ക് ഉദ്ദേശിക്കാം കേട്ടോ. ഏതായാലും എഴുതിയാൽ മതി, പക്ഷെ അവിടെ എഴുതണം. എന്ത് എഴുതണം? നേരം
മേരി ആണെങ്കിൽ മേരി നായയെ കുളിപ്പിച്ചു. അപ്പൊ മേരി എന്നും എഴുതണം, നായയെ എന്നും എഴുതണം. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തേല് 3 എഴുതണം. എന്ത്? കർത്താവ്, കർമ്മം, ക്രിയ. ഇത് 3 നമ്മൾ എഴുതണം. എന്താണ്? ഇപ്പൊ മേരി ആണെങ്കിൽ മേരി നായയെ കുളിപ്പിച്ചു അല്ലേ? ഫസ്റ്റ് പറഞ്ഞ തന്നെ. ഇനി അതിന് താഴെ അതേപോലെ നിങ്ങൾ 3 എഴുതണം. ഓക്കെ, എഴുതിക്കോ മക്കള്. അപ്പം നെക്സ്റ്റ് ലാസ്റ്റിലും അതിന് തൊട്ട് മുന്നിലും അതേപോലെ എല്ലാം എടുത്ത് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ മേരി ആദ്യത്തേല് മേരി കുളിപ്പിച്ചു എന്നേ ഉള്ളൂ. അതായത് കർത്താവ്, ക്രിയ, ഈ 2 കാര്യങ്ങളെ അതിലുള്ളൂ. രണ്ടാമത്തേല് കർത്താവ്, കർമ്മം, ക്രിയ. അതിൽ നമുക്ക് ക്രിയ നമ്മൾ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കർത്താവ്, കർമ്മം അവിടെ തന്നിട്ടുണ്ട്. കർത്താവ് നമ്മൾ എഴുതണം, ക്രിയയും നമ്മൾ എഴുതണം. അതായത് മേരി കുളിപ്പിച്ചു നമ്മൾ എഴുതണം. അടുത്തതിൽ എന്താ തന്നിട്ടുള്ളത്? മേരിന്നും നമ്മൾ എഴുതണം, നായേന്നും നമ്മൾ എഴുതണം, കുളിപ്പിച്ചു അവിടെ തന്നിട്ടുണ്ട് അല്ലെ? അടുത്ത എങ്ങനെയാ മക്കൾ എഴുതേണ്ടത്? മേരി നായയെ കുളിപ്പിച്ചു മുഴുവനും എഴുതണം. അതിന് താഴത്തേലോ അതന്നെ എടുത്തേതാ, അല്ലെങ്കിൽ രമ പട്ടിയെ കുളിപ്പിച്ചു. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മിസ് വിടുകയാണേ. മനസ്സിലായോ? സംഭവം ഇങ്ങനെയാണ്. ഒരു വാക്യം നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അതിലെന്തൊക്കെ ഉണ്ടാവണം? കർത്താവ് ഉണ്ടാവണം. അതായത് ആരാണോ ക്രിയ ചെയ്യുന്ന ആൾ, അതാണ് കർത്താവ്. അപ്പൊ അതുണ്ടാവണം. എന്താണോ കർമ്മം അല്ലെ, അത് ചെയ്യുന്നത് ക്രിയ, അപ്പൊ അത് ചെയ്യണം. പിന്നെ ക്രിയയും എഴുതണം. അത് ഒരു വാക്യത്തിലുള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ക്രിയ. അപ്പൊ കുളിപ്പിക്കുക എന്നതാണ് അതിൽ വരുക. അത് 3 നിങ്ങൾ എഴുതണം. പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പട്ടി വേണമെങ്കിൽ പൂച്ചയാക്കാം, കുഴപ്പമില്ല. നായ തന്നെ ആക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആവുന്നുണ്ടോ മക്കൾക്ക്? എഴുതുന്നുണ്ടോ എല്ലാവരും? യെസ്, എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ മക്കളെ? ഋതുദേവേ എഴുതി കഴിഞ്ഞോ? യെസ്, ഇല്ലേ? രാത്രി എഴുതിക്കോ. ഋതുദേവ് ഒന്ന് വായിച്ച മോനെ, എന്തൊക്കെ ഇപ്പൊ എഴുതിയത് പൂരിപ്പിക്കാന്നുള്ളതില്? ശ്രദ്ധിക്കണേ എല്ലാവരും. ആദ്യം ഒരു വായിച്ചോ. മേരി കുളിപ്പിച്ചു. മേരി കുളിപ്പിച്ചു. മേരി പൂച്ചയെ കുളിപ്പിച്ചു. മേരി നായയെ കുളിപ്പിച്ചു. മേരി ആടിനെ കുളിപ്പിച്ചു. മേരി പൂച്ചയെ കുളിപ്പിച്ചു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതില് ഡിഫറെന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഋതുദേവ് അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എന്താണ് നിങ്ങൾ എഴുതുന്നതിന്? പൂച്ചയാണോ, നായാന്നോ, പട്ടിനോ, എന്ത് വേണമെങ്കിൽ എഴുതിക്കോ. ആട് എന്ന് എഴുതിയാലും മതി. ഓക്കെ, മേരി ആടിനെ കുളിപ്പിച്ചു എന്ന് എഴുതിയാലും മതി. ഓക്കെ, അതിപ്പോ ഋതുദേവ് എഴുതിയത് പോലെ അത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഉണ്ടാവണം? ഒരു കർത്താവ് ഉണ്ടാവണം, അതായത് ആരുടെ പേരിനെ കുറിക്കുന്ന പദം അല്ലെ, മേരി. ഓക്കെ, അപ്പൊ അതുണ്ടാവണം. പിന്നെ എന്ത്? കർമ്മം എഴുതണം, ക്രിയ എഴുതണം. ഓക്കെ, എക്സാമ്പിൾ അവിടെ മേരി പൂച്ചയെ കുളിപ്പിച്ചു. നമ്മൾ ആദ്യം രണ്ടാമത്തെ എഴുതിയതുപോലെ നിങ്ങൾ എഴുതണം. ഇനി അടുത്ത എന്താ നോക്കിയേ? കുറച്ച് മൃഗങ്ങളെ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം വളർത്തു മൃഗങ്ങളുണ്ട്? താഴെ എഴുതുക. എന്താ എഴുതേണ്ടത്? നമുക്ക് ഡൊമസ്റ്റിക് ആനിമൽസിന്റെ നെയിം താഴെ എഴുതണം അല്ലേ? അപ്പൊ കുറച്ച് മൃഗങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്, അത് എഴുതാൻ നമുക്ക് ആദ്യം അല്ലേ? മറ്റേത് കഴിഞ്ഞോ മക്കളെ? ഫിനിഷ് ആണോ എല്ലാവർക്കും? അല്ല, എഴുതിക്കോ. അഡോണ എഴുതിക്കോ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് പറഞ്ഞു തരണമെങ്കിൽ പറയണം കേട്ടോ. ആദ്യത്തെ മേരി കുളിപ്പിച്ചു, മേരി പൂച്ചയെ കുളിപ്പിച്ചു. അടുത്തത് മേരി നായയെ കുളിപ്പിച്ചു. അടുത്തത് മേരി നായയെ കുളിപ്പിച്ചു, അല്ലെങ്കിൽ പൂച്ചയെ, ഏതായാലും കുഴപ്പമില്ല കേട്ടോ, തിരുത്തൊന്നും വേണ്ട. ഇനി മേരി ആടിനെ കുളിപ്പിച്ചു. ഇനി അടുത്തത് എന്തേതാ? രമ പട്ടിയെ കുളിപ്പിച്ചു. ഓക്കെ, എന്തായാലും എഴുതാം. അല്ലെങ്കിൽ ചേച്ചി ആടിനെ കുളിപ്പിച്ചു, ടീച്ചർ കുട്ടിയെ തല്ലി, ഇതൊക്കെ എഴുതാട്ടോ.
അമ്മ മകനെ തലോടി. ഇതൊക്കെ എന്താവും? കർത്താവ് കർമ്മം ക്രിയ ആ വാക്യത്തിൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? വളർത്തുമൃഗങ്ങൾ ഏതെല്ലാമെന്നും അവയ്ക്ക് അതും നമുക്ക് എഴുതാം അല്ലെ. ഏതൊക്കെയാ വളർത്തുമൃഗങ്ങള്? ആദ്യം മുതൽ ഓരോരാൾ പറഞ്ഞു. നമ്മൾ അടുത്ത വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോരാൾ പറഞ്ഞത് നമുക്ക് എഴുതാം അല്ലെ. ഓക്കെ. ഫസ്റ്റ് വൺ ആരാ പറഞ്ഞ? കാശിനാഥ് ഒരു വളർത്തുമൃഗത്തിന്റെ പേര് പറഞ്ഞു. പൂച്ച. ഓക്കെ, പൂച്ച. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് പൂച്ച എന്ന് എഴുതാം അല്ലെ. എങ്ങനെ എഴുതണം? പാ എഴുതണം, ഊ എന്ന ചിഹ്നൂടണം, ഇച്ച എന്ന കൂട്ടക്ഷരം എഴുതണം. എങ്ങനെ എഴുതും ഫസ്റ്റ് വൺ? നമുക്ക് നോക്കാം അല്ലെ. ഇത് ക്ലിയർ ചെയ്യുന്നേ മക്കളെ. അടുത്തത് പൂച്ച. എങ്ങനെ എഴുതും? പാ എഴുതും, ഊ എന്ന ചിഹ്നൂടും, നെക്സ്റ്റ് ഇച്ച. ഇതെല്ലാം മക്കൾ സ്വന്തം എഴുതണം കേട്ടോ ഇനി. ഓക്കെ, പൂച്ച ഒന്നാമത്തെ അല്ലെ. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? അടുത്തത് അഡോണേ. എന്താ പറയുന്നേ? ഇനിയൊരു വളർത്തുമൃഗത്തിന്റെ പേര് പറഞ്ഞേ മിസ്സിനോട്. അഡോൺ, പ്ലീസ് അൺമ്യൂട്ട് അഡോൺ. ആട്. ഓക്കെ, ആട് എന്ന് എഴുതാം അല്ലെ നമുക്ക്. ആട് എങ്ങനെ എഴുതും നോക്കിയേ? ആ എഴുതുക, ചന്ദ്രക്കല എഴുതും. ആട് അല്ലേ, ആട്. ഓക്കെ. നെക്സ്റ്റ് വൺ നമ്മൾ എന്താ എഴുതുന്നത്? മൂന്നാമത് ആരാ പറയും നോക്കട്ടെ? സമജ്ന. എന്താ സമജ്ന അടുത്തത് എഴുതണ്ടേ? താറാവ്. ഓക്കെ, എഴുതാം. ഓക്കെ, താ അല്ലെ, ആച്ചിനുടണം, റാ എഴുതണം, ആച്ചിനുടണം, വാ എഴുതണം, ചന്ദ്രക്കല എഴുതണം അല്ലേ. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താ എഴുതുന്ന മക്കളെ? അടുത്ത ആരാ പറയുന്നേ മിസ്സിനോട്? അർജുൻ. അർജുൻ പറഞ്ഞു. അർജുൻ. കോഴി. ഓക്കെ. അല്ലേ, ഓച്ചിനാണേ, കോഴി. നെക്സ്റ്റ് ഗാത്രിക്കുട്ടി എന്താ പറയുന്ന? അടുത്ത ഗാത്രി. ഇവിടെ പിക്ചറിൽ ഉണ്ട് തന്നെ ഉണ്ടത്ര. എവിടെ? വെരി ഗുഡ്, പശു. ഓക്കെ, പശു. പാ എഴുതണം, ശാ എഴുതണം അല്ലെ. എന്നിട്ട് എന്ത് ചിഹ്നൂടണം? ഊ എന്ന ചിഹ്നൂടണം. പശു. ഓക്കെ. നെക്സ്റ്റ് വൺ അടുത്ത എന്താ? ഏഞ്ചൽ മരിയ. എന്താ പറയുന്നത് ഏഞ്ചൽ മരിയ? പിക്ചറിൽ ഉണ്ടത്ര ഒരാൾ കൂടി. ഓക്കെ, പന്നിയാണ് പറയുന്നത്. ഇത് പന്നിയാണോ പട്ടിയാണോ ഞാൻ വിചാരിച്ചേ. പിക്ചറിലുള്ള ആള് പന്നിയാണമ്മ, പട്ടിയാണെന്ന് തോന്നി എനിക്ക്. കുഞ്ഞു പട്ടി. ഓക്കെ, നമുക്ക് പട്ടി എഴുതാം അല്ലെ ആദ്യം. നമ്മൾ ഓമനിച്ച് താലോലിച്ച് വളർത്താറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എത്ര ഉണ്ടായി? 1 2 3 1 2 3 4 5 6 7. ഇനി ഒന്നുകൂടിയാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. ആഫ്രിനാണോ അത് പറയുന്നേ? ആ, ആഫ്രിൻ പറഞ്ഞോ. ആഫ്രിൻ. പൂച്ച. പൂച്ച എഴുതി. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഏഞ്ചല് പറഞ്ഞു എഴുതാം അല്ലെ. പന്നി ഏതെഴുതണം? അവേദ്യ.
ഓക്കെ, പന്നീന്ന് എഴുതിയത് മിസ് ഇപ്പൊ അല്ലേ? നിങ്ങക്ക് ഏത് വേണമെങ്കിൽ എഴുതാട്ടോ. ഓക്കെ, അപ്പൊ തെറ്റാതെ എഴുതണം മക്കള്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? വളർത്തുമൃഗങ്ങളെ പറ്റി പഠിച്ചു അല്ലേ? വളർത്തുമൃഗങ്ങള് ഇപ്പൊ ഡൊമസ്റ്റിക് ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു, വൈൽഡ് ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മള് കുടുംബത്തില് മനുഷ്യര് മാത്രമല്ല, അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മൾ അവരോട് മാത്രമല്ല നമ്മള് സ്നേഹത്തോടെ വളർത്തുന്ന കുറെ മൃഗങ്ങളും ഉണ്ട് അല്ലേ? അവരെയും നമ്മള് ഭക്ഷണം കൊടുക്കുന്നുണ്ട്,